അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഡിറ്റർമൈൻ ദ സെറ്റ് എ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് 2x plus 3 ലെസ് ദാൻ 7. അതായത് മോഡുലസ് ഓഫ് 2x plus 3 ലെസ് ദാൻ 7 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സ് എക്സുകളുടെയും കളക്ഷനായ സെറ്റ് എ ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് x belongs to A if and only if modulus of 2x plus 3 less than 7. അതായത് സെറ്റ് എയിലെ എലിമെന്റ് എക്സ് ആകണമെങ്കിൽ ആ എക്സ് മോഡ് 2x plus 3 ലെസ് ദാൻ 7 സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതുപോലെ തിരിച്ചു മോഡ് 2x plus 3 ലെസ് ദാൻ 7 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സുകളും എയിലെ എലിമെന്റ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾ ഇനി മോഡുലസിന്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്കിതിനെ -7 ലെസ് ദാൻ 2x plus 3 ലെസ് ദാൻ 7 ഇങ്ങനെ എഴുതും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു മോഡുലസ് ഓഫ് എ ലെസ് ദാൻ സി എന്ന് പറയുന്നത് -c ലെസ് ദാൻ എ ലെസ് ദാൻ സി ആണ്. സോ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ ഇൻഇക്വാലിറ്റിയെ ത്രൂ ഔട്ട് ആയിട്ട് 3 വെച്ച് സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് -10 ലെസ് ദാൻ 2x ലെസ് ദാൻ 4. ഈ ഇൻഇക്വാലിറ്റിയിൽ എല്ലാ ടേംസിലും 2 കോമൺ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് -5 ലെസ് ദാൻ x ലെസ് ദാൻ 2. അതായത് x ബിലോങ്സ് ടു a if and only if -5 ലെസ് ദാൻ x ലെസ് ദാൻ 2. അതായത് -5ക്കും 2നും ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും എയിൽ ബിലോങ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് എ ഡിറ്റർമൈൻ ചെയ്തത്. സോ വി ക്യാൻ റൈറ്റ് സെറ്റ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് -5 ലെസ് ദാൻ x ലെസ് ദാൻ 2. നെക്സ്റ്റ് എക്സാമ്പിൾ, ഡിറ്റർമൈൻ ദ സെറ്റ് b is equal to set of all real numbers such that mod x minus 1 less than mod x. ഇത് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. മെത്തേഡ് 1, ഈ കേസിൽ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ പല കേസസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ മോഡുലസ് ഓഫ് x മൈനസ് 1ഉം മോഡുലസ് ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പോൾ മോഡുലസ് ഓഫ് x മൈനസ് 1ന്റെ കേസിൽ x മൈനസ് 1 പോസിറ്റീവ് ആവുന്ന കേസുണ്ട്, x മൈനസ് 1 നെഗറ്റീവ് ആവുന്ന കേസുണ്ട്. അപ്പൊ ഞാനിവിടെ x മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസും x മൈനസ് 1 ലെസ് ദാൻ 0 വരുന്ന കേസും കൺസിഡർ ചെയ്യുന്നു. x മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. x മൈനസ് 1 ലെസ് ദാൻ 0 എന്ന് പറയുന്നത് x ലെസ് ദാൻ 1. ഇനി അടുത്തത് മോഡ് എക്സിന്റെ കേസിൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുന്നു, x ലെസ് ദാൻ 0 കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നെ ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുന്നു. ഈ കേസും ഈ കേസൂടെ ജോയിൻ ചെയ്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 1 എന്നുള്ള രണ്ടാമത്തെ കേസായിട്ട് എടുക്കുന്നു. x ലെസ് ദാൻ 0 എന്നുള്ളതിനെ മൂന്നാമത്തെ കേസുമായിട്ട് എടുക്കുന്നു. അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ ഈ 3 കേസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1ൽ കൂടുതലുള്ള റിയൽ നമ്പേഴ്സ്, 0യ്ക്കും 1നും ഇടയിൽ വരുന്ന റിയൽ നമ്പേഴ്സ്, 0യ്ക്ക് താഴെ വരുന്ന റിയൽ നമ്പേഴ്സ്. ഈ രീതി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓരോ കേസസിലും ഏതൊക്കെ റിയൽ നമ്പേഴ്സ് ഈ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് മോഡുലസ് ഓഫ് x മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് x സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓരോ കേസിലും ഏതൊക്കെ റിയൽ നമ്പേഴ്സ് ആണെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ബി എന്താണെന്നുള്ളത് കിട്ടും. സോ കൺസിഡർ ദ ഫോളോയിങ് കേസസ്. ലെറ്റ് us first consider the case 1, that is x greater than or equal to 1. x greater than or equal to 1 ആകുന്ന കേസിൽ മോഡുലസ് ഓഫ് x മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് x എന്താണെന്ന് നോക്കാം. ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്കറിയാം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുള്ളത്. അതുകൊണ്ട് x മൈനസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് ആബ്സല്യൂട്ട് വാല്യൂവിന്റെ ഡെഫിനിഷൻ വെച്ച് മോഡുലസ് ഓഫ് x മൈനസ് 1 എന്ന് പറയുന്നത് x മൈനസ് 1 തന്നെയായിരിക്കും. സോ മോഡുലസ് ഓഫ് x മൈനസ് 1 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ x മൈനസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് x. x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മോഡുലസ് ഓഫ് x എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട് വാല്യൂ x തന്നെയായിരിക്കും. സോ വി ഗെറ്റ് x മൈനസ് 1 ലെസ് ദാൻ x. നമുക്കറിയാം x മൈനസ് 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ x ആണുള്ളത്. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എടുക്കുമ്പോൾ x മൈനസ് 1 ലെസ് ദാൻ x സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. x മൈനസ് 1 ലെസ് ദാൻ x സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് x മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് x സാറ്റിസ്ഫൈ ചെയ്യുക എന്നാണ്. അതുകൊണ്ട് നമുക്ക് പറയാം whenever x greater than or equal to 1, modulus of x minus 1 less than modulus of x is satisfied. അതുകൊണ്ട് x greater than or equal to 1 ആയിട്ട് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും സെറ്റ് ബിയിലെ എലിമെന്റ്സ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് says that x greater than or equal to 1 belongs to the set B.
Now let us consider the second case, that is 0 less than or equal to x less than 1. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് x greater than or equal to 0യും അതുപോലെ x less than 1ഉം എന്നാണ്. അതുകൊണ്ട് x greater than or equal to 0 ആകുമ്പോൾ modulus of x by the definition x ആണെന്ന് പറയാം. അതുപോലെ തന്നെ x minus 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവും. അതുകൊണ്ട് അവിടെ absolute value of x minus 1 എന്ന് പറയുന്നത് is equal to minus of x minus 1 ആയിട്ട് മാറും. കാരണം x minus 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുന്നതുകൊണ്ട്. സോ ഈ കേസിൽ modulus of x minus 1 less than modulus of x if and only if minus of x minus 1 less than x എന്ന് എഴുതാം. കാരണം modulus of x minus 1 എന്ന് പറയുന്നത് minus of x minus 1 ആണ്. modulus of x എന്ന് പറയുന്നത് x ആണ്. So this is if and only if minus x plus 1 less than x. This is if and only if 2x greater than 1. This is if and only if x greater than 1 by 2. അതായത് 0 less than or equal to x less than 1 എടുക്കുന്ന കേസിൽ modulus of x minus 1 less than modulus of x എന്ന് പറഞ്ഞാൽ x greater than 1 by 2 ആണ്. അതായത് 1 by 2നേക്കാളും വലുതായിട്ട് വരുന്ന റിയൽ നമ്പേഴ്സ് എല്ലാം തന്നെ modulus of x minus 1 less than modulus x എന്ന inequality satisfy ചെയ്യുന്നു. So the set of all real numbers such that x greater than 1 by 2 is contained in the set B. Next, let us consider case 3, that is x less than 0. ഇവിടെ നമ്മൾ x less than 0 എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് x minus 1 എന്ന് പറയുന്നത് ലെസ് ദാൻ മൈനസ് 1 ആയിരിക്കും. അതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആയിട്ട് മാറും. കാരണം എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് എക്സ് മൈനസ് 1 ആവും. ഇതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആയിരിക്കും ബൈ ഡെഫിനിഷൻ. സോ അത് വെച്ചുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് എന്നുള്ളതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് minus of x minus 1 less than minus of x, and this happens if and only if minus x plus 1 less than minus x. This happens if and only if 1 is less than 0. പക്ഷേ ഇത് ഒരു കാരണവശാലും 2 അല്ല, കാരണം 1 less than 0 അല്ല. അതായത് x less than 0 ആകുന്ന കേസിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ഒരു കാരണവശാലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതായത് 0യ്ക്ക് താഴെ ഒരു റിയൽ നമ്പേഴ്സും ബിയിലെ എലിമെന്റ്സ് ആകുകയില്ല. Therefore, no value of x less than 0 lies in B. So, ബിയിലെ എലിമെന്റ്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് കേസിലും മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സുകളുടെ യൂണിയൻ ആണ്. സോ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2. കാരണം കേസ് 1ലും കേസ് 3ലും മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് ഒന്നും തന്നെയില്ല. സോ ബി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2. Now let us try the method 2. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് a greater than or equal to 0യും b greater than or equal to 0 ആകുന്ന കേസിൽ a less than b if and only if a square less than b square. നമുക്ക് ക്ലിയർ ആയിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് മോഡുലസ് ഓഫ് എനി റിയൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടേമിനെ എ ആയിട്ടും ഈ ഒരു ടേമിനെ ബി ആയിട്ടും കൺസിഡർ ചെയ്തുകൊണ്ട് തൊട്ട് മുകളിൽ പറഞ്ഞ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 സ്ക്വയർ ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ. ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്കറിയാം മോഡുലസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് ഏത് റിയൽ നമ്പർ എ എടുത്താൽ. അതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ ദിസ് ഇസ് ലെസ് ദാൻ എക്സ് സ്ക്വയർ. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ലെസ് ദാൻ എക്സ് സ്ക്വയർ എന്ന് വരും. ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൈനസ് 2x പ്ലസ് 1 ലെസ് ദാൻ 0 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ആകുന്ന കേസിലെല്ലാം എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2 ആയിരിക്കും. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2 ആണ്. സോ സെറ്റ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2.